നമസ്കാരം. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറാണ്. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ ഇപ്പോൾ 2 ദിവസമായിട്ട് കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. എന്തായാലും ഇന്നത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു. നല്ല കാര്യം. ഇലക്ഷൻ വരുന്ന സമയം ഇതുപോലുള്ള പെണ്ണ് കേസുകൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വരികയാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്താ ഇലക്ഷൻ വന്നിങ്ങനെ നമ്മളെ തലയ്ക്ക് മേളിൽ കയറിയിട്ടും ഒരു ആരോപണങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോൻ കൊടുത്ത പരാതി കൊടുത്തിട്ടില്ല. അവർ പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിയമം മൂലം അനുശാസിക്കുന്ന കാര്യങ്ങളാണ്. മുൻപ് സിനിമാ നടൻ മുകേഷ് MLA അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യ ഇതുപോലെ ഒരു നിലപാടെടുത്തു. പരാതിയും തേജോവധം ചെയ്യാനൊന്നും ഞാൻ പോകാൻ ആളല്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവർക്ക് അന്ന് ബിഗ് സല്യൂട്ട് കൊടുത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിന്ദു മേനോൻ എന്ന് പറയുന്ന അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതല്ല, അവർ ഈ നിലപാട്, കാരണം നിയമം മൂലം അനുശാസിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പാടുണ്ടെന്നുള്ളതല്ല കേട്ടോ. സുപ്രീം കോടതി തന്നെ ഇതുപോലുള്ള ഒരു മരത്തെ കുറച്ച എന്താ പറയുക നിയമങ്ങളിവിടെ പാസ്സാക്കിയിട്ടുണ്ട്. അതിലൊരു ഗുരുതരമായിട്ടുള്ളൊരു കേസാണ്. ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഭാര്യ അവിഹിത ബന്ധത്തിലുണ്ടാക്കുന്ന കുട്ടിക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കണം, അദ്ദേഹമാണ് അതിൻ്റെ പിതൃത്വം വഹിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള വെറും നാറിയ പണിയും സുപ്രീം കോടതി ചില സമയത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ ഇതാണല്ലോ ഏറ്റവും വലിയ ഗുരുതരം എന്ന് പറയുന്നത്. അതുപോലെ അത്ര ഗുരുതരമല്ലെങ്കിലും അവിഹിത ബന്ധം, സ്ത്രീകൾക്കാണ് അത് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അവിഹിത ബന്ധം ആകാം, ഭാര്യയ്ക്ക് വേറൊരു പരപുരുഷ ബന്ധമാകുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഇതുപോലുള്ള നിയമങ്ങൾ പാസ്സാക്കി വിടുമ്പോൾ ഇവിടെ ഇതൊക്കെ നടക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഗണേഷ് കുമാർ സാറ് വിമർശിക്കുകയുണ്ടായി. അതൊരിക്കലും ശരിയായില്ല എന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഗണേഷ് കുമാർ സാറിനെ പോലുള്ളവരൊന്നും ഒരു കാരണവശാലും, താങ്കൾ തെറ്റുകാരനെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. ഒരാളിനെ കുറ്റം ചെയ്യേണ്ട കാര്യമില്ല. ബൈബിളിലൊരു വാക്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിൽ ആർക്കൊക്കെ പാപമില്ല എന്നുള്ളത് ആദ്യം സ്വയം ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും നമ്മൾ കല്ലെറിയേണ്ട കാര്യമില്ല. അദ്ദേഹം നിയമപ്രകാരം ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളാണ് തെറ്റുകാർ. ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഈ സ്ത്രീകളാണ് നേരെ രാഹുൽ മാങ്കൂട്ടം ഒരു യുവാവായിട്ടുള്ളൊരു MLA. ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ ഇടയിൽ ഡിമാൻഡ് കൂടുന്നതെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് പിടിച്ച് നേരെ കേരളത്തിൽ വരുന്നു, അദ്ദേഹവുമായിട്ട് റൂമിൽ സല്ലപിക്കുന്നു. അദ്ദേഹം കൊടുക്കുന്ന സുഖം, അദ്ദേഹം ഒരുപാട് ദുഃഖം സഹിച്ച സുഖം കൊടുക്കുന്നതെന്നുള്ള കാര്യം ബോധവും കൂടെ വേണം. അപ്പോൾ അങ്ങനെ സുഖിച്ചിട്ട് അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറയാം. എന്ത് പീഡനമാണെന്ന് നമുക്കറിയില്ല, മനസ്സിലായി. അതുകൊണ്ടാണ് വലിയൊരു വിഭാഗം സ്ത്രീകൾ വരെ അതിനെ എതിർത്തതിൻ്റെ കാരണം. ഇവിടെ ഗണേഷ് കുമാർ സാറിന് ഒരുപാട് കല്ലെറിയുന്നതാണ് ഞാനിപ്പോൾ കണ്ടത്. ഒത്തിരി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തോ ആൾക്കാർ ഒരുപാട് പേര് തെറിയും പറയുന്നുണ്ട്. ഞാൻ പറയാമല്ലോ, ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും നല്ലൊരു മന്ത്രിയാണ് അദ്ദേഹം. രാജിവെച്ചിട്ടൊക്കെ ഇറങ്ങി പോകണമെന്നൊക്കെ പറയുമ്പോൾ സാറ് ദിവസം കൂടിയേ ഉള്ളൂ, ആഴ്ചകളേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തെ പോലുള്ളവർ ആ പ്രസ്ഥാനത്തിലിരുന്ന് അതിനെ എന്താ പറയുക വളർത്തി ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുന്ന് അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറുതല്ല. ഒരുപാട് മന്ത്രിമാർ അവസാനം ആൻ്റണി രാജു വരെ KSRTCയിൽ ഇരുന്നല്ലോ. അവർക്ക് ആർക്കെങ്കിലും ഒരു ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ പറ്റുമോ? അദ്ദേഹത്തെ കല്ലെറിയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിൽ കുറ്റമില്ലാത്തവർ കല്ലെറിയട്ടെ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ നമുക്കും കുറ്റം, അല്ലെങ്കിൽ നമുക്കത് കിട്ടാത്തതുകൊണ്ടാണ്, അല്ലേ? നമുക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ കിട്ടുന്നവർക്ക് അവരത് ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ്? കാര്യം നമ്മുടെ നിയമം അനുശാസിക്കുകയല്ലേ. പിന്നെ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇപ്പം മന്ത്രിയാണ്, ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ധാർമ്മികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് താൻ. എന്തായാലും ഇവിടെ അദ്ദേഹത്തെയും രാഹുൽ മാങ്കൂട്ടത്തെയൊന്നും ആരും കല്ലെറിയേണ്ട കാര്യമില്ല. മമ്മൂട്ടിയെ ഇപ്പോൾ കല്ലെറിഞ്ഞ് അങ്ങ് വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി. അദ്ദേഹം ഒരു നല്ലൊരു കാര്യം പറഞ്ഞതാണെന്നുള്ള സാമാന്യ ബോധം പോലും ചിന്തിക്കാൻ ഇല്ലാതെയാണ് അദ്ദേഹത്തെ കല്ലെറിഞ്ഞത്. അപ്പോൾ ആ വിവാദമെല്ലാം ഇതിൽ കെട്ടടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അദ്ദേഹത്തിന് MLA സീറ്റൊന്നും ഇപ്രാവശ്യം കൊടുക്കുന്നതിന് ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് പാലക്കാട് അദ്ദേഹം
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച് വിജയിക്കണമെന്നുള്ളതാണ്. ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് വേണ്ടത്. കാരണം ഇതുപോലുള്ള രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ എന്ത് ഭാവി ആയിക്കോട്ടെ അത് തന്നെ നശിപ്പിക്കുക എന്ന് പറഞ്ഞിറങ്ങുന്നവന്മാർക്ക് അവിടുത്തെ ജനങ്ങൾ മറുപടി കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ ഉള്ള മറ്റുള്ളവരുണ്ടല്ലോ, അവരിലും നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ, നിങ്ങൾ തെറ്റ് ചെയ്യാത്ത പതിവ്രത ടീമുകളുണ്ടെങ്കിൽ കല്ലെറിഞ്ഞോട്ടെ എന്നേ പറയാറുണ്ട്. കാര്യം ഏതെങ്കിലും ഒരു അവസരത്തിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉടായ്പകൾ ചെയ്തിട്ടുള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമില്ല, കഴിവില്ല, അല്ലേ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ എന്താ പറയുക, മാന്യമായിട്ട് സംസാരിക്കുക അല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ സംസാരിക്കാനുള്ള കഴിവൊട്ടുമില്ലാത്ത ആളാണ് ഞാൻ. അപ്പം ഓക്കെ, അപ്പോൾ അതിനെ കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ബിന്ദു മേനോൻ എന്ന് പറയുന്ന സ്ത്രീ, ഗണേഷ് കുമാർ സാറിൻ്റെ രണ്ടാം ഭാര്യ, അവർക്കൊരു ബിഗ് സല്യൂട്ടാണ്. അതുപോലെ കാരണം മുകേഷിൻ്റെ രണ്ടാം ഭാര്യ ഇതുപോലൊരു നിലപാടെടുത്തു. അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനോ കേസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, നിയമപ്രകാരം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേജോവധം ചെയ്യുവാനോ, ആ വാക്കിനാണ് വില, തേജോവധം ചെയ്യുവാനോ ഞാനില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ബിന്ദു മേനോൻ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ബിഗ് സല്യൂട്ട്, ഒരു മാറ്റമില്ല. കാരണം അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. പരസ്പരം ജീവിക്കാൻ ഒത്തുപോകാൻ താല്പര്യമില്ല എങ്കിൽ ഡിവോഴ്സ് ചെയ്യുക, അതിന് മാറ്റമൊന്നുമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എന്തായാലും എന്തായാലും നല്ല രീതിയിൽ അത് അവസാനിപ്പിച്ചു. ഒരു ക്ഷമ പറഞ്ഞു, എന്തോ ആയിക്കോട്ടെ, ഏത് രീതിയിലായാലും അന്വേഷിച്ചു, അത് ക്ഷമ പറഞ്ഞു. അത് കേസിൽ നിന്ന് എന്താ പറയുക, ഇപ്പോഴത്തെ ഇഷ്യൂവിൽ നിന്ന് മാറി, നല്ലൊരു കാര്യം. അതുപോലെ തന്നെ KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് മാത്രമായിട്ട്, ഇപ്പോൾ അമ്മയോട് ആണ് സ്നേഹം കൂടുതൽ, അതുകൊണ്ട് സ്ത്രീകളോടാണ് പരിഗണന എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ സീറ്റ് കൂട്ടുന്നതോടൊപ്പം പുരുഷന്മാർക്കും കൂടി സീറ്റ് അനുവദിക്കുക. എന്താ പറയുക, ഈ സർക്കാർ പോകുന്നതിന് മുമ്പേ മുഖ്യമന്ത്രിയെയും KSRTC മന്ത്രിയെയും കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ എനിക്കിപ്പോൾ വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ആക്സിഡൻറ്റ് മൂലം സംഭവിച്ചിട്ടുള്ള കുറച്ച് പാളിച്ചകളും, ഇന്നലെ ഞാൻ കോയമ്പത്തൂരായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ന്യൂസൊക്കെ അറിയാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിയെയും ഗണേഷ് കുമാർ സാറിനെയും കാണാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഉണ്ടായി വരട്ടെ. കാരണം നമ്മൾ പറയാത്തത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് വേണ്ട, അതുകൊണ്ടൊന്ന് പറയുക. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭ ആരാണോ വരുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ. മെൻസ് കമ്മീഷൻ കൊണ്ടുവരണമെന്നും KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം, ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒത്തിരി വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള നടപടി ഉണ്ടാകണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ശക്തമായിട്ട് പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് സംഘടനയോടൊപ്പം ചേരുക, ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് വിജയം കാണുക. ഓക്കെ, താങ്ക് യു.